ബ്ലോട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് പറയുകയാണെങ്കിലും നമ്മൾ ഇതിന് ഓരോ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും വരുന്നത്. ഒരു ക്രോണിക് കേസ് നമ്മൾ ബെറ്റർ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അത്രയും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ടോക്സിൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻഡൈജഷൻ കൊണ്ട് നമുക്കൊരു ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബോഡി ടൈപ്പിനനുസരിച്ച്. നമ്മുടെ കൂടെയുള്ളത് ഓസ്ട്രേലിയ മെൽബണിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന നമസ്കാരം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ആയുർവേദം, അതേപോലെ തന്നെ അലോപ്പതി. ആയുർവേദമാണോ നല്ലത്, അലോപ്പതിയാണോ നല്ലത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ഡൗട്ടുകളുണ്ട്. ആയുർവേദം നമുക്ക് എങ്ങനെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായ രീതിയിലും നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും നമുക്ക് ഡെയിലി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ ജീവിതം ഒന്നുകൂടി എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണിത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഓസ്ട്രേലിയ മെൽബണിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തുന്ന ഡോക്ടർ സ്റ്റോമിയാണുള്ളത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്നോട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിരിക്കുന്ന ഒരുപാട് മലയാളികൾ നേഴ്സുമാരാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രമല്ല, ഓൾ ഓവർ വേൾഡ് നമ്മൾ ഒരുപാട് ആൾക്കാർ നേഴ്സിംഗ് ഫീൽഡ് ചെയ്യുന്നവരുണ്ട്, അല്ലാതെ ഫീൽഡ് ഇപ്പം IT ഫീൽഡ് ചെയ്യുന്നവർ, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് വ്യത്യസ്തപ്പെട്ടുള്ള ജോലികളാണ്. ചില ആൾക്കാർ ഒരുപാട് നേരം നിൽക്കുന്ന ജോലികളാണ്, ചില ആൾക്കാർ ഒരുപാട് ഇരുന്ന് ചെയ്യുന്ന ജോലികളാണ്. ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് അത്രയ്ക്ക് യോജിച്ചതായിരിക്കില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും കണ്ടിരിക്കുന്ന ഗ്യാസ്, അങ്ങനത്തെയുള്ള ഒരുപാട് ഡൈജഷൻ പ്രശ്നങ്ങൾ, എക്കളെടുക്കുക, പിന്നെ മൗത്തിൽ സ്മെല്ല് വരുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണ് വരുന്നത്? അതെങ്ങനെ നമുക്ക് അതെന്തിൻ്റെയും ഒരു സിമ്പിൾ മീൻസ് ഒരു സിഗ്നലാണോ, അതോ നമുക്കത് വീട്ടിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കാനുള്ള ചെറിയ ചെറിയ ടിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാനത് നമ്മളൊരു ഡിസീസ് ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡിസീസ് പറയുന്നതിനേക്കാളും മുമ്പായിട്ട് ഞാൻ ആയുർവേദത്തിൻ്റെ ഒരു കുറച്ചൊരു ഫണ്ടമെന്റൽ ബേസിക്കും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് പറയാൻ. കേൾക്കുന്നവർക്കും എളുപ്പമുണ്ട്. അതെ, അവർക്ക് മനസ്സിലാക്കാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ആയുർവേദ എന്താണെന്ന് നമ്മൾ മലയാളീസിനോട് പ്രത്യേകം പറയേണ്ട അധികം ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കേരളത്തിൽ നിന്നാണോ ഈ ആയുർവേദം ശരിക്കും തുടങ്ങിയത്, അതോ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കേരളത്തിലാണ് ശരിക്കും ആയുർവേദം അതിൻ്റെ ഒരു പ്യുവറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ കുറച്ചും കൂടെ ചിലപ്പോൾ വെസ്റ്റേൺ മെഡിസിനിൽ ഒരു മിക്സ് ചിലപ്പോൾ വരാം. ജഗതി ഒരു പടത്തിൽ മറ്റേ എന്താ പറയുന്നത്, പെനഡോൾ മിക്സ് ചെയ്ത് അതെ, നമ്മൾ കേരളത്തിൽ അത് ചെയ്യാറില്ല, കാരണം അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ. പിന്നെ അതിൻ്റെ ഒരു ആയുർവേദത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാതം, പിത്തം, കഫം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അതാണ് ആയുർവേദത്തിൻ്റെ 3 ദോഷാസ് അല്ലെങ്കിൽ 3 എനർജി ഫോഴ്സസ് എന്ന് പറയുന്നത്. ഈ എനർജി ഫോഴ്സസിൻ്റെ ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. ഈ 3 എനർജി ഫോഴ്സസും ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്കൊരു ഹെൽത്തി സ്റ്റേജ് എന്ന് പറയാം. പിന്നെ ഞാനൊരു 2 ടെർമിനോളജീസും കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെ. പ്രകൃതി ആൻഡ് വികൃതി. ഓക്കെ, പ്രകൃതി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഒരു നാച്ചുറൽ ഇൻബോൺ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബോഡി ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെല്ലാവരും ആയുർവേദ പറയുന്നത് നമ്മളെല്ലാവരും യുണീക്കാണ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറ്റും ലൈഫ് സ്റ്റൈലും എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ വാത, പിത്ത, കഫത്തിൻ്റെ പ്രൊപ്പോർഷൻ ഡിഫറെൻ്റ് ആയിരിക്കും നമ്മളിൽ എല്ലാവരിലും. അതാണ് നമ്മളെ എല്ലാവരെയും യുണീക്ക് ആക്കുന്നത്. അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് വികൃതി. അതായത് നമ്മുടെ ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഏജിങ് പ്രോസസ്സ്, ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഈ ദോഷാസിന് വരുന്ന ഇംബാലൻസസ്, അതാണ് നമുക്ക് ഡിസീസസ് ഉണ്ടാക്കുന്നത്. അതിനെയാണ് വികൃതി. അതായത് നമ്മുടെ കറൻറ്റ് ഇംബാലൻസ് എന്താണ്? ഒന്ന് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഉള്ള നമ്മുടെ ഈ ദോഷാസിൻ്റെ ഒരു പ്രൊപ്പോർഷൻ, ഒന്ന് നമ്മുടെ കറൻറ്റ് ഇംബാലൻസ്. നമ്മളിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറുടെ അടുത്തൊരു കൺസൾട്ടേഷന് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയും വികൃതിയും ഈ 2 ഫാക്ടേഴ്സും കൂടെ അവർ കമ്പൈൻ ചെയ്ത് നോക്കി എന്നിട്ടാണ് ഒരാൾക്ക് എന്ത് ഡയറ്റാണ് കൊടുക്കേണ്ടത്, എന്ത് ലൈഫ് സ്റ്റൈലൊക്കെയാണ് എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രകൃതി എന്ന് പറഞ്ഞൊരു ഇത് ഭയങ്കര പവർഫുള്ളാണ്. കാരണം പറയാൻ കാര്യം
നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, പിന്നെ നമ്മുടെ ഡയറ്റ്, നമുക്ക് വേണ്ട ബെസ്റ്റ് ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ഡിസീസസ് വരാം അതിനെ പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ഫാക്ടറാണ് പ്രകൃതി, അല്ലെങ്കിൽ നമ്മുടെ ഇൻബോൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ജിൽസിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ബ്ലോട്ടിങ് അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് ബ്ലോട്ടിങ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ, ഇത് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വാതം എന്ന് പറഞ്ഞ ഒരു എനർജി ഫോഴ്സ്, അതിൻ്റെ ഒരു ഇംബാലൻസ് കൊണ്ടാണ് ഈ ബ്ലോട്ടിങ് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള ഇഷ്യൂസ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ താഴേക്ക് പോകേണ്ടിയിരുന്ന ഒരു എനർജി ഫോഴ്സ് അത് മുകളിലേക്ക് പോകുന്നു, അതിനെയാണ് അതിൻ്റെ ഒരു റിവേഴ്സ് ഡിറക്ഷൻ. അതും നമുക്ക് ഈ വിൻഡ് അല്ലെങ്കിൽ വാത്ത ഇതിന് പറയാം, അതിൻ്റെ ഒരു ഇംബാലൻസ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ വേറൊരു ഫീച്ചർ ഉള്ളത്, അതായത് നമ്മളിപ്പോൾ ഈ വാത്തം, പിത്തം, കഫം ഉണ്ടല്ലോ, ഈ മൂന്നെണ്ണത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് അസസ് ചെയ്യാൻ പറ്റും ശരിക്കും. ഇപ്പോൾ ഒരു വാത്ത ബോഡി ടൈപ്പ്, നമ്മളിതാണ് ഈ ഡിഫറെൻറ്റ് ബോഡി ടൈപ്സ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു വാത്ത ബോഡി ടൈപ്പ് ഉള്ള ഒരു ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വാം വെതർ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, അവരുടെ ബോഡി കോൾഡ് ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് കാലും കൈയും ഒക്കെ, ഇപ്പോൾ ഒരു പാം അല്ലെങ്കിൽ ഫീറ്റ് ഒക്കെ കുറച്ചും കൂടെ തണുപ്പ് കൂടുതലായിരിക്കും. അതെ, അവർക്ക് ചിൽ ബ്ലെയിൻസ് ഒക്കെ, നമ്മുടെ മെൽബണിലൊക്കെ ചിൽ ബ്ലെയിൻസ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. പിന്നെ മെൻ്റൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചും കൂടെ ആങ്ഷ്യസ് ആണ്. പിന്നെ അവർക്കാണ് ഇപ്പോൾ ഈ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ആണെങ്കിൽ ഇപ്പം നമ്മുടെ മെൽബൺ സ്ഥലം ആക്ച്വലി വിൻഡാണ്, വാത്ത പ്രിഡോമിനൻ്റ് സ്ഥലമാണ്. അതുകൊണ്ടാണ്, കാരണം മെൽബൺ കോൾഡ് ആൻഡ് ഡ്രൈ ആണ്. ഈ വാതത്തിൻ്റെ ഫീച്ചേഴ്സ് കോൾഡ് ആൻഡ് ഡ്രൈ ഫീച്ചേഴ്സ് ആണ്. അതുകൊണ്ടാണ് ആക്ച്വലി ഇവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ പിള്ളേർക്ക് കൂടുതൽ എക്സിമ പോലെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കാണുന്നത്. ഡ്രൈനെസ് ആണ് ഇവിടെ കൂടുതലും. ഡോക്ടർ പറഞ്ഞില്ല ക്വീൻസ്ലാൻഡിന് വിടുന്നത്. ക്വീൻസ്ലാൻഡിലും ഉണ്ട്. ക്വീൻസ്ലാൻഡിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി. അത് ഞാൻ രണ്ടാമത് പറയാൻ പോകുന്ന പിത്ത, ഫയർ ബോഡി ടൈപ്പ് ഉണ്ട്. ഈ ഫയർ ബോഡി ടൈപ്പ് എന്ന് വെച്ചാൽ അവർ വാം ബോഡിയാണ്, അവർക്ക് മെൽബണാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളും പല ഓരോ ദോഷാസ് ഉണ്ട്, ഓരോ എനർജി ഫോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, പിന്നെ അതുപോലെ കഫ, ഇപ്പോൾ പിത്ത ഫയർ ബോഡി ടൈപ്പിന് ഞാൻ കുറച്ചും കൂടി ഒരു ഫീച്ചേഴ്സ് പറഞ്ഞാൽ അവർ കുറച്ചും കൂടെ ഡ്രിവൺ, ഫോക്കസ്ഡ് ആണ്, കോമ്പറ്റേറ്റീവ് ആണ്, പിന്നെ അവർക്ക് വാം ബോഡിയാണ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ സ്കിൻ ഇഷ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ്, സൊറിയാസിസ് പോലെയുള്ള ഇഷ്യൂസ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിൻഡ് ബോഡി ടൈപ്പ് ആണെങ്കിൽ അവർക്ക് എയ്ക്സ് ആൻഡ് പെയിൻസ്, തണുപ്പ് വരുമ്പോൾ ജോയിൻറ്റ് പെയിൻസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് വരാൻ ചാൻസസ് ഉണ്ട്. കഫ ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ എന്താ പറയുക, അവർക്ക് ഒബീസിറ്റി വരാൻ ചാൻസസ് ഉണ്ട്, അതുപോലെ വെയിറ്റ് ഗെയിനിങ്, ഒബീസിറ്റി. പിന്നെ എന്താ പറയുക, ഒരു സ്ലഗിഷ്നെസ്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഭയങ്കര സ്ലഗിഷ്, അല്ലെങ്കിൽ ഹോൾ ബോഡി നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെയാണ് കഫ ബോഡി ടൈപ്പിന് ഇംബാലൻസ് വന്നാൽ വരാൻ ചാൻസസ്. ബ്ലോട്ടിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂസ് പറയുകയാണെങ്കിലും നമ്മൾ ഇതിന് ഓരോ ബോഡി ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും വരുന്നത്. ജനറലൈസ്ഡ് ഒരു സജഷൻ പറയാൻ ആയുർവേദത്തിൽ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മളിപ്പോൾ പറയുന്നത് ഒരു എന്താ പറയുക, ഓരോരുത്തരുടെയും ഫോക്കസ്ഡ് ആയിട്ടുള്ളതല്ല. എന്നാലും നമ്മളൊരു ഡൈജഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കി എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യലാണ്. ബ്ലോട്ടിങ് കുറേ പേർക്ക് വരുന്നതിൻ്റെ ഒരു റീസൺ ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. ഞാൻ പലപ്പോഴും നമ്മുടെ മലയാളീസിന് അല്ലെങ്കിൽ ഇന്ത്യൻസ് കുറച്ചും കൂടെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേറ്റ് നൈറ്റ് ഡിന്നറാണ്. നമ്മൾ ഡിന്നർ കഴിക്കാൻ ലേറ്റ് ആവുന്നത് കൊണ്ട് പിന്നെ നമ്മൾ കിടക്കാൻ ലേറ്റ് ആവുന്നു. നമ്മൾ ആയുർവേദത്തിൽ കിടക്കാൻ ലേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ ഡൈജസ്റ്റ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ഇൻഡൈജഷൻ, ആ ഇൻഡൈജഷനെയാണ് ആയുർവേദത്തിൽ ആമ അല്ലെങ്കിൽ ടോക്സിൻസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇൻഡൈജഷൻ കൊണ്ട് നമുക്കൊരു ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബോഡി ടൈപ്പിനനുസരിച്ച് എവിടെയാണോ വീക്ക്നെസ് ഉള്ളത് അവിടെ സെറ്റിൽ ചെയ്ത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ഈ വാത ബോഡി ടൈപ്പുകാർക്ക് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഈ ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും വരാൻ ചാൻസസ് കൂടുതലുണ്ടെങ്കിൽ ഈ ഇൻഡൈജഷൻ അവർക്കുണ്ടാക്കുന്നത് അവിടെ ബ്ലോട്ടിംഗ് ആയിരിക്കാം, കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം.
പിത്ത അല്ലെങ്കിൽ ഫയർ ബോഡി ടൈപ്പുകാർക്ക് ഈ സെയിം ഇൻഡൈജഷൻ സ്കിൻ ഇഷ്യൂസ് വരുത്താം. അതല്ലെങ്കിൽ IBS ഇറിറ്റബിൾ ബവൽ ഇഷ്യൂസ് പോലെയുള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ ലൂസ് ടൂൾസ് അതുണ്ടാക്കാം. കഫ ബോഡി ടൈപ്പ് ആണെങ്കിൽ അവർക്ക് പിന്നെ കുറച്ച് ഒരു ഫുഡ് കഴിക്കാനേ തോന്നില്ല, വിശപ്പില്ല, അല്ലെങ്കിൽ സ്ലഗിഷ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഒന്ന് നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ബ്ലോട്ടിങ്ങിൻ്റെ പ്രിവെൻഷൻ. പിന്നെ നമ്മൾ സാധാരണ എനിവേ ക്യൂമിൻ അല്ലെങ്കിൽ ഫെനൽ, നമ്മുടെ ജീരകം, പെരുംജീരകം അങ്ങനത്തെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇട്ടിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ അജ്വൈൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ഞാൻ ലൈഫ് സ്റ്റൈലാണ് കുറച്ചും കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, ജിഞ്ചർ അങ്ങനത്തെ ഫീച്ചർ ഇതൊക്കെ കഴിക്കുന്നത്. പക്ഷേ അതിലൊരു കാര്യം കണ്ടിരിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ ഈ സാധനമൊക്കെ ഇട്ട് എന്താ പറയുന്നത്, വെള്ളം ചൂടാക്കും, ഒരാഴ്ചയൊക്കെ ചൂടാക്കും, 2 ആഴ്ച ചൂടാക്കും, മൂന്നാമത്തെ ആഴ്ച മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാത്രം കുടിച്ചത് കൊണ്ടൊന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ആവുന്നില്ല. അതൊക്കെ നമ്മുടെ ഒരു ഏർലി സ്റ്റേജസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഡൈജസ്റ്റീവ് ഇഷ്യൂ വന്നു, അത് ഫിഗർ ഔട്ട് ചെയ്യാൻ ഓക്കെയാണ്. ഒരു ക്രോണിക് ബ്ലോട്ടിങ് കേസസിലേക്ക് വരുമ്പോൾ അതൊന്നും നമുക്ക് അത് കുടിച്ചത് കൊണ്ടൊന്നും മാറുന്നില്ല. അത് ഒരു ക്രോണിക് കേസ് നമ്മൾ ബെറ്റർ ആക്കി എടുക്കണമെങ്കിൽ നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ ആയുർവേദ ഒരു ഡിസീസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അതിന് 4 കാര്യങ്ങളാണ്, 4 സ്റ്റെപ്സാണ് പറയുന്നത്. ഒന്ന് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, അടുത്തത് 2 ഹെർബ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനത്തെ 4 ഫാക്ടേഴ്സാണ്. അതിലിപ്പോൾ കുറച്ച് നമുക്കൊരു എന്താ പറയുക, റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറ്റ് ലൈഫ് സ്റ്റൈലും കൊണ്ട് മാത്രം ശരിയാക്കാം. ഇനി അതല്ലെങ്കിൽ 3rd സ്റ്റെപ്പ് നമുക്ക് ഹെർബ്സ് വേണം. അതും പോരാത്ത അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം. ഈ 4 സ്റ്റെപ്സും നമ്മൾ ചെയ്താലാണ് ചില കേസസിൽ നമുക്ക് ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി ചിലപ്പോൾ ഇത് തന്നെ ഈ ഹെർബ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഈ 3rd and 4th ഫാക്ടർ, അത് നമുക്ക് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. കുറച്ച് നാൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കിത് ബെറ്റർ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജീരകവെള്ളം മാത്രം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് എക്സസൈസ്. നമ്മുടെ ബോഡിക്ക് ഡൈജഷന് മൂവ്മെൻ്റ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മൾ എവിടെയെങ്കിലും പോയിരുന്ന് TV കാണുക, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച ഉടനെ നമ്മൾ ഐസ്ക്രീം കഴിക്കുക, തണുത്ത സാധനങ്ങൾ, ബ്ലോട്ടിംഗ് ഉള്ളവരൊരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് തണുത്ത സാധനങ്ങൾ കഴിക്കരുത്. ഡൈജഷന് വേണ്ടത് വാംത്താണ്. അപ്പോൾ നമ്മളൊരു വാം ഡ്രിങ്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഡൈജഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അത് വേറൊരു കാര്യമാണ് ബ്ലോട്ടിങ് വരാൻ. പിന്നെ വേറൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മൂവ്മെൻ്റ് ഇല്ല. ഒരു കുറച്ചെങ്കിലും നമ്മളൊന്ന് ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡൈജഷൻ മച്ച് ബെറ്റർ ആവും. പിന്നെ വേറൊരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഫാക്ടർ സ്ട്രെസ്സാണ് ഞാൻ മോസ്റ്റ്ലി കണ്ടിരിക്കുന്നത്. നമുക്കൊരു ഗട്ട് ബ്രെയിൻ കണക്ഷൻ ഉണ്ട്, വേഗസ് നെർവ് കണക്ഷൻ, ഗട്ട് ബ്രെയിൻ കണക്ഷൻ. നമ്മുടെ എന്ത് സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൗ ഡു വി മാനേജ് ഇറ്റ്. നമ്മൾ ആ സ്ട്രെസ് മാനേജ്മെൻറ്റ് ബെറ്റർ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ഗട്ടിൽ ഇഷ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൈഡ് റേഞ്ച് ഓഫ് കോസസ് ഉണ്ട് അതിന്. പക്ഷെ ഒരു ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ സമയത്ത് ഫുഡ് കഴിക്കുക, അതായത് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുക, ഡൈജഷൻ എളുപ്പമുള്ള ഫുഡ് കഴിക്കുക. ഇതാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മുടെ ബോഡി കീപ്പ് ചെയ്യാനും ഗട്ട് കീപ്പ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും മെയിനായിട്ട്. ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക.